ഇന്ത്യൻ പേരൻസിന്റെ പ്രോബ്ലം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. പല ഇന്ത്യൻ പേരൻസും അവരവർക്ക് ചെറുപ്പകാലത്തുണ്ടായ ആഗ്രഹങ്ങൾ നടക്കാതെ പോയതൊക്കെ കുട്ടികളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെയും പ്രശ്നം. ഇന്ന് കുറെ മാറി വന്നെങ്കിലും ഇപ്പോഴും അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ കുട്ടികൾ ഇന്ന് ഒരുപാട് എന്റർപ്രൈസിംഗ് ആണ്. നല്ല ശതമാനം കുട്ടികൾക്ക് അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. നമ്മൾ ചിന്തിച്ച പോലെ എല്ലാവരും ചിന്തിക്കുന്നത്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും അവരത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. അവർക്ക് ഫ്രീഡം ഓഫ് മണി, ടൈം ഒക്കെ വേണം. അവർ പൈസയ്ക്ക് വേണ്ടി പലതും കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ജെൻസിയുടെ ഒരു ട്രേഡ്സ് സംസാരിക്കുമ്പോൾ പറയാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അവർ നോക്കുന്നത് ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഒരു വലിയ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതിനൊത്ത് പേരൻസ് ഒന്ന് മാറേണ്ടിയിരിക്കുന്നു. പേരൻസ് അവർ ഇത്തരം ഐഡിയാസ് ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് സമയം കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. അവർ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടെന്ന് നോക്കുക, പഠിക്കുക. നമ്മൾ സ്വയമേ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് സമയം കൊടുക്കുകയും സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ട് ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഇടപെടാം. പക്ഷെ അതുവരെ അവരെ അലോ ചെയ്യുക എന്നുള്ളതാണ് ഒരു വശത്ത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവയർ അറിയണം ഇന്നത്തെ ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് സ്കിൽ സെറ്റ്സും കാര്യങ്ങളും, ഇൻഡസ്ട്രി എവിടെ പോകുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നമുക്കൊരു അടിസ്ഥാനപരമായ നോളജ് ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ അവർ സക്സസ്ഫുൾ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആ സമയത്ത് ചെയ്യാമെന്നുള്ളത് പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഈ ഇന്നത്തെ പല കുട്ടികളും ഒരു 3 year അല്ലെങ്കിൽ 4 year പ്രോഗ്രാംസിനൊന്നും പോയി സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. 12 കഴിയുമ്പോൾ തന്നെ ജോലിക്ക് നോക്കുക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്കിൽ സെറ്റിൽ അവർ എക്സ്പെർട്ട് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാശുണ്ടാക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ അത് ലോങ് ടേമിലേക്ക് ഗുണപ്പെടുന്നതാണോ എന്നുള്ളത് രണ്ടുപേരും ഇരുകൂട്ടരും നോക്കട്ടെ. കുട്ടികളും നോക്കണം, പേരൻസും നോക്കണം. കുട്ടികളുടെ നല്ല ശതമാനം പേരിന്ന് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. അത് വെറും കാശുണ്ടാക്കാനും ഫ്ലെക്സിബിലിറ്റി ഓഫ് ടൈമിന് വേണ്ടി മാത്രമാണോ എന്നുള്ളതും അവരും നോക്കേണ്ട കാര്യമാണ്. കാര്യം നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കാൻ ഉള്ള അവസരം അതിനകത്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല എന്നെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. കാര്യം ഇത്തരം കാര്യങ്ങൾക്ക് സോഷ്യൽ ആംഗിൾ ഉണ്ടല്ലോ. ആ സോഷ്യൽ ആംഗിളിൽ കൂടി ഇതിനെ ആദ്യമേ തന്നെ കാണേണ്ട ഒരു കാര്യമുണ്ട്. പൈസ ഉണ്ടാക്കണം, പക്ഷെ അത് ഞാൻ എത്ര പേർക്ക് എൻ്റെ ബിസിനസ്സിലൂടെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്, ഞാൻ എത്ര ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് നോക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം ബിസിനസ്സിൽ ലോങ് റണ്ണിൽ വർക്കാവും. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിംവർക്കും കാര്യങ്ങളും സിസ്റ്റംസ് ഒക്കെ ബിൽഡ് ചെയ്യൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിലൊരു നല്ലൊരു വർക്കുണ്ട്. കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പലരും വീഡിയോ ഇട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അതുപോലല്ല ശരിക്കും ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആകുകയും സമയം മാറ്റിവെക്കുകയും പെർസിവറൻസ് ഉണ്ടാവണം. നമുക്ക് ചെയ്യാനുള്ള എൻഡ്യൂറൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് റൈറ്റ് നോളജ് ഉണ്ടായിരിക്കണം. എബോവ് ഓൾ ലക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ 10-15-16 വർഷമായിട്ട് ബിസിനസ്സിലുള്ള ആൾക്കാരാണ്. എത്രയോ കാര്യങ്ങൾ മാറ്റണമെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഇതിനൊരു എൻഡൊന്നുമില്ല. പക്ഷേ ഫണ്ടമെന്റലായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴും മാറ്റണമെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. പിന്നെ മനുഷ്യനെ വെച്ചിട്ടാണ് പലതും ചെയ്യുന്നത് ബിസിനസ് ആണല്ലോ. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ ഹ്യൂമൻ പൊട്ടൻഷ്യൽ എങ്ങനെ ഹാർനസ് ചെയ്യണമെന്ന് അറിയണം. പല ടൈപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, ഇടപഴകണം, അവരെ എങ്ങനെ ഇൻസ്പയർ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ ബിസിനസ് സക്സസ്ഫുൾ ആകാൻ പറ്റത്തുള്ളൂ. നമ്മൾ വളരെ സ്ട്രോങ് അഡമന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ ബുദ്ധിമുട്ടായി പോവുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കിതാണ് പേരൻസിനോടും കുട്ടികളോടും പറയാനുള്ളത്. എന്തും ചെയ്യാം. ഇന്നത്തെ വേൾഡിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ ഹൈ ആണ്. എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ ഒരു മാർക്കറ്റ്, ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മാർക്കറ്റിൽ എന്തും ചെയ്യാം. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആ നിലയ്ക്ക് എക്യുപ്ഡ് ആയി കഴിഞ്ഞാൽ നടക്കും. അതിന് വേണ്ടിയിട്ടുള്ള പഠനവും ഡിസിപ്ലിനും എഫേർട്ടും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ സംഭവിച്ചോളൂ.